ബാൾട്ടിക് സമുദ്രത്തിലെ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ നാശമാക്കിയതിനു പിന്നിൽ ചൈനയെന്ന് സൂചന. ചൈനീസ് കാർഗോ കപ്പലായ ഇപെങ് 3-ൽ എത്തിയവരാണ് മാസങ്ങളോളം നിർത്തിയിട്ടതിനു പിന്നാലെ കേബിളുകൾ നശിച്ചതായി വ്യക്തമായത്. സംഭവത്തിൽ അന്വേഷണത്തിനോടും ചൈന സഹകരിക്കുന്നില്ല. റഷ്യയിൽ നിന്ന് വളങ്ങളും കീടനാശിനികളുമായി ചൈനയിലേക്ക് വരികയായിരുന്ന ഇപെങ് 3 എന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ വഴിമധ്യേ കപ്പൽ നിർത്തിയിടുകയായിരുന്നു. സ്വീഡനും ഡെൻമാർക്കിനുമിടയിൽ കട്ടക്കട്ട് കടലിടുക്കിന് സമീപമായിരുന്നു കപ്പലുണ്ടായിരുന്നത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് കപ്പൽ കുടുങ്ങിയതാണെന്നായിരുന്നു കരുതിയിരുന്നത്. മാസങ്ങളോളം കപ്പൽ ഇവിടെ തുടർന്നു. അടുത്തിടെയാണ് കപ്പൽ ഇവിടെ നിന്നും യാത്ര പുനരാരംഭിച്ചത്. വടക്ക് ഭാഗത്തേക്കായിരുന്നു യാത്ര. എന്നാൽ ഇതിന് പിന്നാലെ ഫിൻലാൻഡിനെയും ജർമ്മനിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് ബന്ധം ഇല്ലാതാകുകയായിരുന്നു. കഴിഞ്ഞ മാസം 17-നായിരുന്നു ഈ സംഭവം. ഇതിന് പിറ്റേ ദിവസം സ്വീഡനും ലിത്വാനിയയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് ബന്ധവും ഇല്ലാതായി. ഇതോടെ സംശയം തോന്നിയ സ്വീഡൻ അധികൃതർ കടലിനടിയിൽ പരിശോധന നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഫൈബർ കേബിളുകൾ മുറിഞ്ഞതായി വ്യക്തമായത്. ഇതോടെയാണ് ചൈനയെക്കുറിച്ച് സംശയം ആരംഭിച്ചത്. കപ്പൽ നിർത്തിയിട്ടതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം വേണമെന്നാണ് സ്വീഡന്റെ ആവശ്യം. കപ്പൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ചൈനയെ സ്വീഡൻ അധികൃതർ സമീപിച്ചെങ്കിലും അനുമതി നിഷേധിക്കുകയായിരുന്നു. ജീവനക്കാരുടെ ശാരീരിക മാനസികാരോഗ്യം കണക്കിലെടുത്താണ് ഇവിടെ കപ്പൽ നിർത്തിയിട്ടത് എന്നാണ് ചൈന ഇതിന് നൽകുന്ന വിശദീകരണം. എന്നാൽ ഇത് വിശ്വസിക്കാൻ രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. സംഭവത്തിന് പിന്നിൽ ചൈനയുടെ കളിയാണെന്നാണ് തായ്വാൻ ഉറപ്പിക്കുന്നത്. അതിനിടെ റഷ്യ ചൈന സഹകരണം നാൾക്കുനാൾ ശക്തിപ്പെട്ടു വരികയാണ്. രാഷ്ട്രീയം, സാമ്പത്തികം, സൈനികം എന്നിങ്ങനെ മിക്കവാറും എല്ലാ മേഖലകളിലും ചൈന റഷ്യൻ സഖ്യം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഊർജ്ജ സഹകരണം. റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. ചൈനയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരനും എണ്ണ വിതരണത്തിന്റെ രണ്ടാമത്തെ വലിയ ഉറവിടവുമാണ് റഷ്യ. മറുവശത്ത് റഷ്യൻ ഊർജ്ജ പദ്ധതികളിലെ പ്രധാന നിക്ഷേപകൻ ചൈനയാണ്. ആർട്ടിക് സർക്കിളിലെ എമാൽ LNG പ്ലാന്റും പവർ ഓഫ് സൈബീരിയ പൈപ്പ് ലൈനും ഉൾപ്പെടെ റഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ $55 ബില്യൺ വാതക പദ്ധതി ചൈനയുടെ നേതൃത്വത്തിലാണുള്ളത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 1950കളുടെ പകുതിക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ശക്തവും അടുത്തതും മികച്ചതുമായ ബന്ധമാണിത്. മധ്യേഷ്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള എണ്ണവാതക കയറ്റുമതിയിൽ നിർണായകമായ ഒരു ട്രാൻസിസ്റ്റ് രാജ്യമായി കസാഖിസ്ഥാനും ഇതിനോടകം തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കസാഖിസ്ഥാൻ വഴി ചൈനയിലേക്ക് ഒരു പുതിയ പൈപ്പ് ലൈൻ നിർമ്മിക്കാനുള്ള പദ്ധതി ഇതിനകം റഷ്യ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. 45 ബില്യൺ ക്യൂബിക് മീറ്റർ വാർഷിക ശേഷിയുള്ള ഈ പൈപ്പ് ലൈൻ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവാക്ക് ബുധനാഴ്ച ബ്രോഡ്കാസ്റ്റർ റഷ്യയോട് പറഞ്ഞതാണ് ഇക്കാര്യം. ചൈനയ്ക്ക് പ്രതിവർഷം 35 BCM വാതകമാണ് ഇതിലൂടെ ലഭിക്കുക. ബാക്കിയുള്ളത് കസാഖിസ്ഥാനിലേക്ക് കൊണ്ടുപോകും. ഉഭയകക്ഷി ഊർജ്ജ സഹകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പദ്ധതിയുടെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു. പൈപ്പ് ലൈനിലുള്ള ഒരു ട്രാൻസിസ്റ്റ് രാജ്യമെന്ന നിലയിൽ കരാറിന്റെ ഭാഗമായ കസാഖിസ്ഥാന്റെ പങ്ക് നിർണായകമാണ്. പകരം ഗാർഹിക ഉപഭോഗത്തിനായി പ്രതിവർഷം 10 ബില്യൺ ക്യൂബിക് മീറ്റർ വരെ വാതകം രാജ്യത്തിന് ലഭിക്കും. പദ്ധതിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിനായി കസാഖ് ഊർജ്ജ മന്ത്രി അൽമസാദ് ഹംസത്കാലിയോവ് പറഞ്ഞു. കസാഖിസ്ഥാന്റെ ഊർജ്ജ സുരക്ഷയിലും സമ്പദ് വ്യവസ്ഥയിലും പദ്ധതി സ്വാധീനം ചെലുത്തും. കസാഖിസ്ഥാനും അതിന്റെ ഊർജ്ജ സ്രോതസ്സുകൾക്ക് വൈവിധ്യവൽക്കരിക്കാനും ഇറക്കുമതി ചെയ്ത ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നതിനാൽ തന്നെ ഈ പദ്ധതി എന്തുകൊണ്ടും അവർക്കും ഗുണകരമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.